ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. എല്ലാവരും തൊഴിലെടുക്കുന്ന ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ തൊഴിലാളി ദിനാശംസകൾ. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഹോളിഡേ ആയത് മഹാരാഷ്ട്ര ഡേ കാരണമാണ്. മഹാരാഷ്ട്ര ഡേ എന്ന് മറാഠ ദിനത്തിൻ്റെ ഒരു ഇത് വെച്ചാണ് മഹാരാഷ്ട്ര ഡേ വരുന്നത്. സോ അതുകൊണ്ട് ബോംബെയും എല്ലാം ബോംബെയൊക്കെ അവധി, NSE BSE ഒക്കെ അവധിയായിട്ടാണ് എക്സ്ചേഞ്ചിന് ഫുള്ളായിട്ട് അവധി കൊടുത്ത് മഹാരാഷ്ട്ര ഡേ എന്ന് പറഞ്ഞ് ഫുൾ ഡേ അവധി കൊടുത്തേക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമ്മളെ അമേരിക്കൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ് ഒരു രീതിയിൽ അമേരിക്കൻ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും വലിയ രീതിയിൽ കാണുന്നില്ല. ഫ്ലാറ്റ് രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 17 ഏപ്രിലിന് കയറിപ്പോയി ഒരു 23,882 അടിച്ചതിന് ശേഷം അതിനുശേഷം വന്നൊരു 600 പോയിന്റിനകത്ത് കിടന്നാണ് നിഫ്റ്റി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, മാർക്കറ്റിൽ യുദ്ധഭീതിയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമോ എന്നൊരു ഭീതിയിൽ മാർക്കറ്റിംഗ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു എന്താണ് മാർക്കറ്റ് പ്യൂർലി ഒരു റേഞ്ച് രീതിയിലേക്ക് നിൽക്കുന്നത് വ്യക്തമായ രീതിയിൽ കാണുന്നത്. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റി മുകളിൽ കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നു, വീണ്ടും മുകളിൽ കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നു. ഒരു പക്ക ഒരു 54,650നും 56,000 ഇടയ്ക്കുള്ള ഒരു 1,300 പോയിന്റിനകത്താണ് ബാങ്ക് നിഫ്റ്റി കളിക്കുന്നത്. ലാർജ് റേഞ്ചിൽ ഒരു ബാലൻസ് ആണ് കഴിഞ്ഞ 1, 2, 3, 4, 5, 6, 7, 8 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി. അതേപോലെ ലാർജ് റേഞ്ചിലാണ് നിഫ്റ്റി 8 ദിവസം 8 ഡേയ്സ് ആയിട്ട് ഒരു ലാർജർ ബാലൻസ് ഫോർമേഷൻ നിഫ്റ്റിയിൽ വന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ വന്ന 24,080 എന്ന് പറഞ്ഞ ഈ ഒരു ലോ നിങ്ങൾ കണ്ടല്ലോ. ഈ 24,054 എന്ന് പറഞ്ഞ ഈ ഒരു മൺഡേ കഴിഞ്ഞു പോയ മൺഡേയുടെ ലോ, ഈ ഒരു റേഞ്ച് 24,051 എന്ന് പറഞ്ഞ ഈ ഒരു ലോ പൊട്ടിയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് വരുള്ളൂ. ഇനി ബൈയിങ് ഉണ്ടെങ്കിൽ 24,400 മുകളിൽ മാത്രമേ ഇനി ഒരു നിഫ്റ്റിയിൽ ഒരു ബൈയിങ്ങിന് ഓപ്പർച്യൂണിറ്റി കാണൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് 24,400നും 24,050നും ഇടയ്ക്കുള്ള 350 പോയിന്റിനകത്തുള്ള ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് മാർക്കറ്റ് ബാലൻസിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് ഇനിയും കാണുന്നത്. കാരണം ഈ ഒരു ഭീതി നടക്കുമ്പോൾ മാർക്കറ്റ് അടിക്കുകയോ ഇല്ല, കയറുമോ അതുമില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനർത്ഥം നമ്മളെ സംബന്ധിച്ച് ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്നാണ്, അതൊരു ബാലൻസ് ഡേയിലേക്ക് കടന്നു പോകുന്ന രീതിയിലേക്കായിരിക്കും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഞാൻ നോക്കിയാൽ നമ്മുടെ നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 23,432 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC. 23,350 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC. അപ്പം ഞാൻ നോക്കേണ്ട ആ POC ഞാനൊന്ന് ആദ്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തേക്കും. എത്രയാണ്? 24,350 നിഫ്റ്റിയുടെ POC. അപ്പം ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബുള്ളിഷ് റഫറൻസ് എന്താണ്. ഞാൻ പറഞ്ഞു നമ്മളെ ബുള്ളിഷ് റഫറൻസ് 23,400 മുകളിൽ 24,400 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ഇനി ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയുടെ സ്പോട്ടിൽ ഒരു കുറേ പ്രാവശ്യം റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിൽ ഫസ്റ്റ് വരുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,467 എന്ന് പറഞ്ഞ സെയിം ടാർഗറ്റ് വീണ്ടും വരും. അതിന് മുകളിൽ വീണ്ടും ഞാനെന്താ പറയുക 24,532 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ്. ടാർഗറ്റിന് ഒരു മാറ്റമില്ല, കാരണം മാർക്കറ്റ് റേഞ്ച് ആയതുകൊണ്ട് ഈ ടാർഗറ്റ് അത് ഇവിടെ നിൽക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് സെയിം ബെയറിഷ് റെഫറൻസ് ആണ്, ഒരു മാറ്റവും ഇല്ല. സെയിം 24,050 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിംഗ് വരും. ഫസ്റ്റ് ടാർഗറ്റ് 23,946, സെക്കൻഡ് ടാർഗറ്റ് 23,846 എന്ന് പറഞ്ഞാൽ ഈ ഒരു പക്കാ ലെവലിൽ തന്നെ ആയിരിക്കും നിഫ്റ്റി വീണ്ടും പോകുന്നത്. അപ്പം ഞാൻ വ്യക്തമായി ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു പക്ക ഒരു ലെവൽ വരാനുള്ള ചാൻസ് ആയിരിക്കും ക്ലിയറായി കാണുന്നത്. അപ്പോൾ കാരണം മാർക്കറ്റ് റേഞ്ച് ഇല്ല. ഇല്ലെങ്കിൽ ഈ 24,350ക്കും ഈ 24,050 ഈ 300 പോയിന്റിനകത്ത് തന്നെ കിടന്ന് നിഫ്റ്റി കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 55,335 ഭാഗത്താണ് POC. ഇപ്പം ഞാൻ ആ POC ഒന്ന് താഴേക്ക്, POC മാത്രം കുറച്ച് മാറ്റമുണ്ട്. 55,135 ഭാഗത്തേക്കാണ് POC ഇരിക്കുന്നത്. അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു മാറ്റവുമില്ല. 55,600 അല്ലെങ്കിൽ 570 മുകളിൽ മാത്രമേ ഈ നമ്മൾ ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. എത്രയാണ്? ഈ ഒരു ഇതിനെ മാറ്റി 55,570. അതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി. ആ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? ഈ 787. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് എത്രയാണ്? 56,000. ഇപ്പോൾ ടാർഗറ്റിന് വല്ല മാറ്റവും ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ബുള്ളിഷ് റെഫറൻസ് ഒന്ന് മാറി, POC ഒന്ന് മാറി.
ഇനി ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,700 താഴെയാണ് ഇനി സെല്ലിംഗ് വരുന്നത്. എത്രയാണ്? 54,700 താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ, ചെറിയൊരു ഡിഫറൻസ്, 700 താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിങ്ങിൻ്റെ ഒരു ചാൻസ് ഉണ്ട്. അതിന് താഴെ ഫസ്റ്റ് ടാർഗറ്റ് എത്ര വരും? 54,400. 700 നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 54,400. എത്രയാണ്? 54,400. അത് താഴെ 54,286 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക്, 276 എന്ന ഭാഗത്തേക്കും വരാനുള്ള ഒരു ചാൻസ് വളരെയധികം, 54,276 ഭാഗത്തേക്ക് വരാനുള്ള ഒരു ചാൻസ് ആയിരിക്കും കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിന് ഒരു മാറ്റമില്ല, സെയിം റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ടാർഗറ്റിൻ്റെയും PUCയുടെയും ചെറിയൊരു ഡിഫറൻസ് മാത്രമേ മാർക്കറ്റിലുള്ളൂ. ബാക്കിയുള്ള എല്ലാം സെയിം ലെവലായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡെസ്റ്റിന ട്രേഡേഴ്സ് സമ്മിറ്റിൻ്റെ ഇനി 15 സീറ്റ് അടുപ്പിച്ച് മാത്രമേ വേക്കൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഡെസ്റ്റിന ട്രേഡേഴ്സ് സമ്മിറ്റിൽ ജോയിൻ ചെയ്യണം. മെയ് 16, 17 വരുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ഈ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.